പെട്ടെന്നൊരു ദിവസം ഒരു മാളിൽ സൂംബി ഔട്ട്ബ്രേക്ക് ഉണ്ടാവുകയാണ്. 2023 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലം സിനിമയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സിനിമയുടെ പേര് ഗംഗ്നം സൂംബി എന്നാണ്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ബിൽഡിംഗ് ആണ് കാണിക്കുന്നത്. ഒരുപാട് സൂംബികൾ അവിടെയുണ്ട്. ഈ സൂംബികൾക്കിടയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഓടി വരികയാണ് നമ്മുടെ കഥാനായകനും കഥാനായികയും. കഥാനായകൻ്റെ പേര് ഹ്യൂങ്സിയോക്ക് എന്നും കഥാനായികയുടെ പേര് മിൻജിയോങ്ങും എന്നാണ്. ഈ വലിയ ബിൽഡിങ്ങിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു കടക്കാനായിട്ടാണ് ഇവർ രണ്ടുപേരും ശ്രമിക്കുന്നത്. നമ്മുടെ മിൻജിയോങ്ങിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വലിയ ബാറ്റ് ഉപയോഗിച്ചിട്ട് സൂംബികളെ എല്ലാം തന്നെ തകർത്തിടുന്നുണ്ട് അവൾ. പക്ഷേ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സൂംബികളാണ്. അങ്ങനെ ഈ ഒരു വലിയ മെയിൻ എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴേക്കും എല്ലാ സൂംബികളും ഇവരെ വളയുകയാണ്. മറ്റൊരു വഴിയില്ലാതായപ്പോൾ നമ്മുടെ ഹ്യൂങ്സിയോക്കാണെന്നുണ്ടെങ്കിൽ മിൻജിയോങ്ങിനെ ഒരു ചെറിയ മിനി വാനിനുള്ളിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് അവൻ ആ ഒരു സൂംബികളെ എല്ലാം ഒറ്റയ്ക്ക് നേരിടാനായിട്ട് തീരുമാനിക്കുകയാണ്. പക്ഷേ ഒരുപാട് സൂംബികൾ ഈ ഒരു കാറിന് ചുറ്റിനുമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹ്യൂങ്സിയോക്ക് ആണെന്നുണ്ടെങ്കിൽ ആദ്യം കാറിന് മുകളിൽ കയറിയിട്ട് ഈ ഒരു സൂംബികളെയൊക്കെ തുരത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവന് താഴെ ഇറങ്ങേണ്ടി വരികയും പിന്നീട് എല്ലാ സൂംബികളും കൂടി ചേർന്നിട്ട് അവനെ വളഞ്ഞ് ആക്രമിക്കുകയും ചെയ്യുകയാണ്. അതോടുകൂടിയിട്ട് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഹ്യൂങ്സിയോങ്ങിൻ്റെ കാര്യം ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. എല്ലാ സൂംബികളും കൂടി ചേർന്നിട്ട് അവൻ്റെ മേലോട്ട് വീഴുകയാണ്. മൊത്തത്തിൽ അവനെ പൊതിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് കാണിക്കുന്നത് 24 മണിക്കൂർ മുൻപ് നടന്ന കാര്യമാണ്. വാങ്ങെന്ന് പറയുന്ന ഒരാളും അയാളുടെ ചിങ്കിടിയും കൂടി ചേർന്നിട്ട് ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ഗോൾഡ് ജ്വല്ലറീസും മറ്റുമൊക്കെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പൂച്ച അങ്ങോട്ടേക്ക് വന്നിട്ട് വാങ്ങിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്യുന്നത്. വാങ് അത് കാര്യമാക്കിയില്ല. പിന്നീട് ഇവർ പുറത്തേക്ക് വന്നതിന് ശേഷം വാങ്ങിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അയാളെ വാങ് പെട്ടെന്ന് കടിക്കുകയാണ്. അവനൊരു സൂംബിയായി മാറുകയാണ്. ആ ഒരു മൽപ്പിടുത്തത്തിനൊടുവിൽ ഇവർ രണ്ടുപേരും തെറിച്ചു പോകുന്നുണ്ട്. വാങ്ങാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുഴയിലേക്കാണ് വീണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അടുത്ത ദിവസമായപ്പോഴത്തേക്കും സോംബിയായി മാറിയിട്ടുള്ള വാങ് ഗംഗ്നം ഡിസ്ട്രിക്റ്റിലേക്ക് കടക്കുകയാണ്. ഈ വാങ് സോംബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ശിങ്കിടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ കഥാനായകനായിട്ടുള്ള ഹ്യൂങ്സിയോക്ക് വർക്ക് ചെയ്യുന്നതും ഈ ഒരു ഡിസ്ട്രിക്റ്റിലാണ്, സിയോൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. നമ്മുടെ ഹ്യൂങ്സിയോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു പഴയ തൈക്കോണ്ടോ ചാമ്പ്യനൊക്കെയാണ്. അതിൻ്റെ മെഡലും കാര്യങ്ങളൊക്കെ അവൻ്റെ റൂമിൽ തന്നെ തൂക്കിയിട്ടിട്ടുണ്ട്. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് അവനിപ്പോൾ ഒരു ചെറിയ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഓൺലൈൻ യൂട്യൂബ് ചാനലുണ്ട്. അതവൻ്റെ അല്ല, അതവൻ്റെ ബോസിൻ്റെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവൻ വർക്ക് ചെയ്യുന്നത്. ഇതേ സമയം സോംബിയായി മാറിയിട്ടുള്ള വാങ് എന്ന് പറയുന്ന ആൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പച്ച ഇറച്ചി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാവരും തന്നെ അയാളെ തന്നെ നോക്കിയിട്ട് ഫോണിലൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇയാൾക്ക് എന്താ ഭ്രാന്താണോ, പോലീസിനൊക്കെ വിളിക്കുന്നുണ്ട്. പോലീസുകാർ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഈ ഒരു സൂംബിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹ്യൂങ്സിയോക്കിനെയാണ്. അവൻ്റെ അമ്മ ഇപ്പോൾ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവിടെ COVID-19 കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, നീ നാട്ടിലേക്ക് തന്നെ മടങ്ങി വാ. അവനപ്പോൾ അവൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, സാധാരണ അമ്മമാരൊക്കെ പറയുന്നത് സിയോളിൽ പോയിട്ടൊരു ജോലി ചെയ്യുന്ന, എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ എന്നെ നാട്ടിലേക്ക് വിളിക്കുകയാണോ. അവൻ അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. കുറച്ച് ദൂരം മുന്നോട്ട് നടന്നപ്പോൾ അവൻ്റെ ക്രഷായിട്ടുള്ള മിൻജിയോങ്ങിനെ കുറച്ച് പയ്യന്മാർ ചേർന്നിട്ട് വെറുതെ ബുള്ളി ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഥാനായകനായിട്ടുള്ള ഹ്യൂങ്സിയോക്ക് അങ്ങോട്ട് ചെന്നിട്ട് അവന്മാർക്കിട്ട് രണ്ടങ്ങോട്ട് പൂശു കൊടുത്തു. അവന്മാരാണെന്നുണ്ടെങ്കിൽ പേടിച്ചോടിപ്പോയി. പക്ഷേ നമ്മുടെ മിൻജിയോങ് ആണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഈ ഒരു ഹീറോയിസം കണ്ടിട്ടൊന്നും വീഴുന്ന ഒരു പെൺകുട്ടിയായിരുന്നില്ല. പക്ഷേ ഹ്യൂങ്സിയോങ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവളെ വീഴ്ത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇന്നും ഡിന്നറിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നുണ്ട് അവളെ. പക്ഷേ അവൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് കമ്പനിയിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഓണറെയാണ്. പുള്ളിക്കാരുടെ പേരാണ് സൂൻജ. ആള് ഭയങ്കര കണിശക്കാരിയാണ്. റെൻ്റൊന്നും കൊടുക്കാത്ത ഒരാളെയും വെച്ച് വെറുപ്പിക്കില്ല. അപ്പോഴാണ് ഇവരുടെ ഫ്രണ്ടിലേക്ക് നമ്മുടെ ഹ്യൂങ്സിയോക്ക് വരുന്നത്. നിങ്ങളുടെ ബോസ് എനിക്ക് ഇതുവരെ റെൻറ്റ് തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഹ്യൂങ്സിയോക്കും പറയുന്നുണ്ട്, പുള്ളിക്കാരൻ ഞങ്ങൾക്ക് മാസങ്ങളായിട്ട് ശമ്പളം തന്നിട്ടില്ല, നിന്റെ ബോസിനെ എന്നെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടും എന്നൊക്കെ സൂൻജ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അവിടെ നിന്നും പോകുന്നുണ്ട്. ഇവർക്ക് കമ്പനിയിൽ എന്താ പണിയെന്ന് പറഞ്ഞില്ലല്ലോ. ഒരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്. അത് നടത്തുന്നത് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ്. അതായത് 4 പേര്. ഒന്നാമത്തേത് ബോസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നായകനായിട്ടുള്ള ഹ്യൂങ്സിയോക്കും അതുപോലെ തന്നെ ഈ മിൻജിയോങ് ആണ് ഇവരുടെ ഈ ഒരു ചാനലിൻ്റെ എഡിറ്റർ. ബാക്കി 2 പേരുണ്ട്, ഹ്യൂങ്സിയോക്കും പിന്നെ അവൻ്റെ ഒരു ഫ്രണ്ടും. അവർ 2 പേരാണ് ഈ ന്യൂസും മറ്റും കാര്യങ്ങളും ക്ലിപ്പും കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നത്. ബോസ് ആണെന്നുണ്ടെങ്കിൽ ഇവരെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് ചൊറിഞ്ഞിട്ട് ഇവർക്ക് ശമ്പളം കൊടുക്കാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. ഇവനാണ് ബോസ്. പുള്ളിക്കാരൻ എന്ത് സാധനം കിട്ടിയിട്ടുണ്ടെങ്കിലും കണ്ടന്റ് ആക്കും. എത്ര നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ബോസ് ഏത് നേരം ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേസമയം പെൺകുട്ടിയായിട്ടുള്ള മിൻജിയോങ്ങിൻ്റെ അടുത്ത് പഞ്ചാരയും അടിക്കും. നമ്മുടെ ഹ്യൂങ്സിയോക്കിന് ആകപ്പാടുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ആശ്വാസം എന്ന് പറയുന്നത് അവൻ്റെ കൂട്ടുകാരനാണ്. ഇവരെല്ലാവരും കമ്പനിയുടെ ഉള്ളിലേക്ക് ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഈ മുതലാളിയാണെന്നുണ്ടെങ്കിൽ വെറും പന്നിയായിരുന്നു. പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ
എപ്പോഴും നമ്മുടെ മിൻജിയോങ്ങിൻ്റെ തോളത്ത് കൈയിടും. അതുപോലെ തന്നെ അവളുടെ കയ്യിൽ കയറിയൊക്കെ പിടിക്കും. ഇവളാണെന്നുണ്ടെങ്കിൽ ഒരു പാവയോണ്ട് പേടിച്ച് വിറച്ച് നിൽക്കും. ബോസ് ചെയ്യുന്ന ഈ ഒരു വൃത്തികേട് നമ്മുടെ ഹ്യൂങ്സിയോക്ക് കാണുന്നുണ്ടായിരുന്നു. അവൻ അപ്പം തന്നെ ബോസിൻ്റെ അടുത്ത് വന്നിട്ട്, ബോസേ നമുക്കൊരു മീറ്റിംഗ് വിളിക്കാം. അതെന്തിനാ ഇപ്പോൾ ഒരു മീറ്റിംഗ്? അല്ല ബോസേ, നമ്മുടെ ചാനലിൽ വ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല, അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു മീറ്റിംഗാണ്. അത് പറയുമ്പോൾ, അതായത് ഈ ഒരു ചാനലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബോസ് എല്ലാം മറക്കും. ഈ ഒരു വൃത്തികേട് വരെ മറന്നിട്ട് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവും. അങ്ങനെ ഇവർ ഈ ചാനൽ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാനൽ അനലിറ്റിക്സും കാര്യങ്ങളെല്ലാം തന്നെ അവതരിപ്പിക്കുന്നത് നമ്മുടെ മിൻജിയോങ് ആണ്. അതുകൊണ്ട് തന്നെ ബോസ് നല്ല രീതിയിൽ ഇത് കേട്ടിരിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് ബോസ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂങ്സിയോക്കിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, നമുക്കൊരു സൂംബി കണ്ടന്റ് ചെയ്താലോ? ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റും വേണ്ട, വെറുതെ ചാനൽ വരെ അടിച്ചു പോകും എന്നാണ് ബോസ് പറയുന്നത്. എന്തായാലും ചാനലിൽ നല്ല വ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ശമ്പളം തരുള്ളൂ ഇവരുടെ ബോസ് പറയുന്നത് കേട്ട് നമ്മുടെ ഹ്യൂങ്സിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട്, ഇങ്ങനൊരു പിശുക്കൻ. ഇതേ സമയം നഗരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന വാങ് സൂംബി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയൊരു മിനി ട്രക്കിന്റെ ഫ്രണ്ടിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. പക്ഷേ ആ ട്രക്ക് ഡ്രൈവർക്ക് ഇതൊരു സൂംബി ആണെന്നൊന്നും മനസ്സിലായില്ല. ഏതോ ഒരു ഭ്രാന്തൻ വണ്ടിക്ക് കുറുകെ ചാടി, അത്ര മാത്രമേ ഈ ഒരു ഡ്രൈവറും വിചാരിക്കുന്നുള്ളൂ. പുള്ളിക്കാരൻ തെറിയും പറഞ്ഞുകൊണ്ട് ആ ട്രക്ക് എടുത്തു പോയി. ഇതേ സമയം ഓഫീസിലാണെന്നുണ്ടെങ്കിൽ ഹ്യൂങ്സിയോക്ക് മിൻജിയോങ്ങിന് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ, ആരെങ്കിലും അറിയാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ കയറി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആയോധന മുറകളും മറ്റുമൊക്കെ നമ്മുടെ മിൻജിയോങ്ങിന് ഇംസിയോക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മിൻജിയോങ് അപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് പ്രതികരിക്കാൻ അറിഞ്ഞിട്ടല്ല, എനിക്കൊരു ജോലി പെട്ടെന്ന് കിട്ടാനായിട്ട് എളുപ്പമല്ല, ഞാൻ ഈ ഒരു ചാനലിൽ എഡിറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് ഈ ഒരു ബോസിനെ പിണക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റൊരിടത്തൊന്നും വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പോരാത്തതിന് എനിക്ക് അധികം എക്സ്പീരിയൻസും ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നും അവൾ പറയുന്നുണ്ട്. അപ്പോഴാണ് ബോസ് മിൻജിയോങ്ങിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് രണ്ടുപേരോടും പെട്ടെന്ന് ചെല്ലാനായിട്ട് പറയുന്നത്. ബോസും നമ്മുടെ ഹിംസിയോക്കിൻ്റെ കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ പിടിപ്പത് പണിയിലായിരുന്നു. മെയിനായിട്ട് ഒരു വീഡിയോ ആണ് ഇപ്പോൾ വിഷയം. അതായത് നേരത്തെ ആ ഒരു നഗരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന വാങ് സൂംബി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ആ ഒരു പച്ച ഇറച്ചി കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ വൈറലാണ് സോഷ്യൽ മീഡിയയിൽ. ഇവരുടെ ഓഫീസിൻ്റെ തൊട്ട് താഴെയായിരുന്നു ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും നമുക്കിത് കവർ ചെയ്യാനായിട്ട് പറ്റിയില്ലല്ലോ, ലക്ഷക്കണക്കിന് വ്യൂ കിട്ടുന്ന ഒരു കണ്ടന്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബോസ് ഭയങ്കരമായിട്ട് നിരാശനായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോഴും ഹിംസിയോക്കിൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്കും ഇതേപോലെ മേക്കപ്പ് ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് പറയുമ്പോൾ ബോസ് പറയുന്നുണ്ട്, എൻ്റെ ചാനൽ അടിച്ചു പോകാൻ നീ കാരണക്കാരനാവരുത് കേട്ടോ, മര്യാദയ്ക്ക് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ശമ്പളം തരുള്ളൂ എന്നും ഈ ഒരു ബോസ് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു സെക്യൂരിറ്റിയെയാണ്. അതായത് നമ്മുടെ സൂൺജ ഉണ്ടല്ലോ, ഈ ഒരു ബിൽഡിംഗ് ഓണർ, പുള്ളിക്കാരിയുടെ ഇടം വലവ് നിൽക്കുന്ന അതിലെ ഒരു സെക്യൂരിറ്റി. പുള്ളിക്കാരാണ് ഭയങ്കര ഡാൻസറാണ്. അവൻ അവിടെ കടന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുള്ളിക്കാരി അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നത്. ഈ ഒരു സമയത്താണ് ഈ ഓഫീസിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ബോസ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പിശുക്കനാണെന്ന്, ഈ വെള്ളം കൊണ്ടുവരുന്നവന് പോലും ഇതേവരെ കറക്റ്റായിട്ട് എമൗണ്ട് കൊടുത്തിട്ടില്ല. പാവം ചങ്ങായി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോസ് എവിടെ? എനിക്കുമുണ്ട് കുടുംബവും കാര്യങ്ങളൊക്കെ, എന്താണ് നിങ്ങൾ വെള്ളത്തിൻ്റെ പൈസ പോലും തരാത്തത്? എന്തൊരു ബോസാണ് നിങ്ങളുടേത്? പുള്ളിക്കാരൻ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹ്യൂങ്സിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയാളെ മടക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ പോകുന്നേ ഇല്ല. ഒരുവിധം അയാളെ അവിടെ നിന്ന് മടക്കി വെച്ചതിന് ശേഷം ബോസിന് നാണമില്ലേ എന്ന് ഹിംസിയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബോസിനെയും പ്രാഗിക്കൊണ്ട് ആ വെള്ളം സപ്ലൈ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പുള്ളിക്കാരൻ നേരെ താഴെ പാർക്കിംഗ് സെക്ഷനിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ ഒരു വാങ് സൂംബി വന്നിട്ട് അയാളുടെ കഴുത്തിനങ്ങോട്ട് കടിക്കുകയാണ്. അതോടുകൂടിയിട്ട് ഇയാളും ഇപ്പോൾ ഒരു സൂംബിയായി മാറുന്നുണ്ട്. ഇതേസമയം ബിൽഡിംഗ് ഓണറായിട്ടുള്ള നമ്മുടെ സൂൺജ എന്ന് പറയുന്ന പുള്ളിക്കാരി രണ്ട് സെക്യൂരിറ്റീസിനെയും ഇടവും വലവും നിർത്തിയിട്ട് ഈ ഒരു ബിൽഡിങ്ങിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രത്യേക സൈഡിൽ നിന്ന് ഒരുപാട് ആളുകൾ എന്തൊക്കെയോ കണ്ട് പേടിച്ച് ഓടുന്നത് ഇവർ കാണുന്നത്. ഇവർക്കും ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. അവരങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടിക്കുന്നു. പോരാത്തതിന് വാങ് സൂംബി അവിടെ ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഈ പുള്ളിക്കാരി എല്ലാ ഡോറുകളും ക്ലോസ് ചെയ്യാനായിട്ട് മറ്റൊരു സെക്യൂരിറ്റിക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ മെയിൻ ഡോർ മൊത്തം ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും ഒരുപാട് സോംബികൾ വന്നിട്ട് ഈ ഒരു സെക്യൂരിറ്റിൻ്റെ മേലോട്ട് ചാടിയിട്ട് പുള്ളിക്കാരനെയും കടിക്കുകയാണ്. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറം ലോകത്തുള്ള ആരും തന്നെ ഇങ്ങനൊരു സോംബി ഔട്ട് ബ്രേക്ക് ഈ ഒരു മാളിൽ നടന്ന കാര്യം അറിഞ്ഞിട്ടേയില്ല. ഈ സോംബികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന സൂൺജിയും പുള്ളിക്കാരിയുടെ ഒരു സെക്യൂരിറ്റിയും കൂടി ചേർന്നിട്ട് ഇപ്പോൾ നേരെ ഓടിപ്പോകുന്നത് ഈ ഒരു ബോസിൻ്റെ, അതായത് നമ്മുടെ ഹ്യൂംസിയോക്കൊക്കെ വർക്ക് ചെയ്യുന്ന ആ ഒരു ഓഫീസിലേക്കാണ്. വാതിൽ തുറക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒരേ ബഹളം. അങ്ങനെ ഇവർ വാതിൽ തുറന്നു കൊടുത്തു. ഇവിടെ ഒരു മാൺസ്റ്റർ വന്നിട്ടുണ്ട്, അയാൾ എല്ലാവരും കടിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് സൂൺജ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം, പക്ഷേ പോലീസിനെ വിളിക്കാനും പാടില്ല. കാരണം ഞാൻ ഈ ഒരു വലിയ മാള് വിൽക്കാനായിട്ട് പോകണം, അപ്പോൾ അതിൻ്റെ റീസെയിൽ വാല്യൂം കാര്യങ്ങളൊക്കെ കുറയും, എന്ത് വന്നാലും പോലീസ് ഇത് അറിയരുത് എന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടുത്തെ മോണിറ്ററിൽ
അയാളുടെ ഫോട്ടോ ഈ സൂഞ്ച കാണുന്നത്. ഇയാളാണ് ആ മാൺസ്റ്റർ, ഇയാളാണ് എല്ലാവരും കടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സൂഞ്ച പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബോസിനാണെന്നുണ്ടെങ്കിൽ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. കാരണം ഒരു കിടിലൻ കണ്ടന്റ് കിട്ടിയേക്കാണല്ലോ. പുള്ളിക്കാരൻ ക്യാമറയും ഓണാക്കി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ പതിയെ സ്റ്റെയർ കേസൊക്കെ ഇറങ്ങിയിട്ട് ആ ഒരു ഹാളിലേക്ക് പോയി നോക്കുകയാണ്. ഇവർ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സോംബി ഔട്ട് ബ്രേക്ക് എല്ലാവരും കാണുന്നത്. ഇവർ ഫോണിൽ അതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സോംബി വന്നിട്ട് ഇവരുടെ കയ്യിൽ കയറി പിടിക്കുകയാണ്. അതോട് കൂടിയിട്ട് എല്ലാം തകിടം മറിഞ്ഞു. സോംബികളെല്ലാവരും ഇവരെ കണ്ടിട്ട് ഇവരുടെ പിന്നാലെ കൂടിയേക്കാണ്. സൂഞ്ചിയുടെ കൂടെ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സെക്യൂരിറ്റിന്റെ കയ്യിലായിട്ട് സോംബികൾ കടിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഉടനെ തന്നെ സോംബിയായിട്ട് മാറും. ഇതേ സമയം നമ്മുടെ ബോസ് ആണെന്നുണ്ടെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കണ തിരക്കിലാണ്. ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇത് മില്യൺ കണക്കിന് വ്യൂസ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വീണ്ടും ഈ ഒരു സോംബികളൊക്കെ ഷൂട്ട് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ്. പെട്ടെന്നാണ് സുനാമി പോലെ ഒരുപാട് സോംബികൾ ഇവരുടെ പിന്നാലെ കൂടുന്നത്. അപ്പോഴേക്കും ഈ ഒരു വാങ് സോംബി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഹ്യൂംസിയോങ് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഹ്യൂംസിയോങ് ആണെന്നുണ്ടെങ്കിൽ ഒരു പഴയ തൈക്കോണ്ട ചാമ്പ്യനാണ്. അവനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോംബിയെ അടിച്ചിടാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഈ വാങ് സോംബിക്കാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ പവറായിരുന്നു. അവനെയും കീഴടക്കിക്കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോൾ നമ്മുടെ ഹ്യൂംസിയോക്കിൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, അവനെ തള്ളി താഴെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ബോസ്. അതായത് ആ സോംബി വരുമ്പോൾ അവൻ ആക്രമിക്കാൻ പാടില്ല, മറ്റുള്ളവരെ ആക്രമിച്ചോട്ടെ എന്നുള്ള രീതിയിൽ. എന്നിട്ട് അവനത് ഷൂട്ട് ചെയ്യുകയും ചെയ്യുകയാണ് ഫോണിൽ. അതോട് കൂടിയിട്ട് നമ്മുടെ ഹ്യൂംസിയോക്കിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അയാളെയും ഇപ്പം ആ സോംബി കടിക്കുകയും അവനും ഇപ്പോൾ ഒരു സോംബിയായി മാറുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് മാത്രം നമ്മുടെ ഹ്യൂംസിയോക്കും മിൻജിയോങ്ങും ഇപ്പോൾ രക്ഷപ്പെട്ടിട്ട് ഒരു റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ ഈ ഒരു ബോസും വന്ന് കയറുന്നുണ്ട്. ബോസിൻ്റെ അടുത്ത് നമ്മുടെ ഹ്യൂംസിയോക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വഴക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തൊരു സെൽഫിഷ് ആയിട്ടുള്ള ആളാണ്, എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ കൊന്നില്ലേ, ഞാനിപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചിട്ട് വിവരം പറയും എന്ന് നമ്മുടെ ഹ്യൂംസിയോക്ക് പറയുമ്പോൾ നമ്മുടെ സൂഞ്ച, അതായത് ഈ ഒരു ബിൽഡിംഗ് ഓണർ ആണെന്നുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കല്ലേ, അത് എന്നെ ബാധിക്കും, എന്നെ നന്നായിട്ട് ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. സൂഞ്ചിയുടെ പുറകിലുണ്ടായിരുന്ന ആ ഒരു സെക്യൂരിറ്റി പുള്ളിക്കാരിൻ്റെ കഴുത്തിൽ കടിക്കുകയാണ്. അതോടുകൂടിയിട്ട് പുള്ളിക്കാരുടെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ഇവർ 3 പേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോഴും ഈ ഒരു ബോസ് അതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോരം സെൽഫിഷ് ആണെന്ന് നോക്കിയേ. നമ്മുടെ ഹ്യൂംസിയോങ്ങിനാണെന്നുണ്ടെങ്കിൽ ആ സോംബികളൊക്കെ ആക്രമിക്കാൻ വരുന്നുണ്ട്. അപ്പോഴാണ് ഹ്യൂംസിയോങ്ങിൻ്റെ നേരത്തെ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, അവനിപ്പോൾ ഒരു സോംബിയെ മാറിയിട്ടുണ്ടല്ലോ, അവൻ വന്നിട്ട് നമ്മുടെ ഈ ഒരു ബോസിനെ കടിക്കുന്നത്. അതോടുകൂടി ബോസിൻ്റെ കാര്യം തീരുമാനമായി. ഇപ്പം ഈ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ മനുഷ്യന്മാരായിട്ടുള്ളത് നമ്മുടെ മിൻജിയോങ്ങും ഹ്യൂംസിയോങ്ങും മാത്രമാണ്. ബാക്കിയുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ സോംബികളായി മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ 2 പേരും കൂടി ചേർന്ന് സോംബികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പല ഫ്ലോറുകളിലേക്കും പോയി നോക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ഫ്ലോറിലും സോംബികൾ കീഴടക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദൂരം ഇവർ ഓടി തളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു റൂമിൽ കയറിയിട്ട് ഇവർ 2 പേര് ഇരിക്കുന്നുണ്ട്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിൻജിയോങ് ചെറുതായിട്ടൊന്ന് മയങ്ങി പോകുന്നുണ്ട്. അവൾ പെട്ടെന്നൊരു ദിവസം കണ്ടിട്ട് കണ്ണ് തുറക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹിംസിയോങ് ആണെന്നുണ്ടെങ്കിൽ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഹിംസിയോക്കിന് ഒരു ബുദ്ധി വരുന്നത്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു പാട്ട് പെട്ടി, ഒരു ടേപ്പ് റെക്കോർഡർ എടുത്തിട്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹാളിൽ, ഈ ഒരു മാളിൻ്റെ ഹാളിലായിട്ട് അവൻ കെട്ടിത്തൂക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ പാട്ട് വയ്ക്കുകയാണ്. അതോടുകൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ മാളിലുണ്ടായിരുന്ന എല്ലാ സോംബികളും ഈ ഒരു പാട്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരികയാണ്. ഈ ഒരു തക്കത്തിന് നമ്മുടെ നായകനും നായികയും കൂടി അവിടെ നിന്ന് ഓടടാ ഓട്ടം. എല്ലാ സോംബികളും കൂടി ചേർന്നിട്ട് ആ ഒരു കയറിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന ടേപ്പ് റെക്കോർഡർ എടുക്കാനായിട്ടാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹിംസിയോക്കിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ആ ഒരു സോംബി അങ്ങോട്ടേക്ക് വന്നിട്ട് ഹിംസിയോക്കിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അതോടുകൂടിയിട്ട് ഹിംസിയോക്ക് ആകെ തളർന്നു പോവാണ്. കാരണം സ്വന്തം കൂട്ടുകാരനെ അവൻ അടിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മുടെ മിൻജിയോങ് വന്നിട്ട് ആ ഒരു ബാറ്റും എടുത്തുകൊണ്ട് അത് നിങ്ങളുടെ കൂട്ടുകാരനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ആ സോംബിയുടെ തലക്കിട്ട് ഒന്നാട്ട് കൊടുക്കുന്നത്. അതോടുകൂടിയിട്ട് ആ ഒരു സോംബി അവിടെ ബോധം കെട്ടി വീഴുന്നുണ്ട്. അങ്ങനെ ഇവർ 2 പേരും കൂടി ചേർന്നിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ഇതിനിടയ്ക്ക് ബോസ് സോംബിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബോസ് സോംബിക്ക് ഇട്ടിട്ട് ഇപ്രാവശ്യം അടി കൊടുത്തത് നമ്മുടെ മിൻജിയോങ് ആയിരുന്നു. ഇവർ 2 പേരും കൂടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ കാർ പാർക്കിങ്ങിലേക്കാണ്. ഏതെങ്കിലും ഒരു കാർ എടുത്തിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നാണ് ഇവരുടെ വിചാരം. പക്ഷേ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു വാങ് സോംബി വരികയാണ്. ഇത് എന്തൊരു സോംബിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹിംസിയോക്ക് ആണെന്നുണ്ടെങ്കിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വാങ് സോംബിനെ കണക്കിന് തൈക്കോണ്ട പഠിപ്പിച്ചതിന് ശേഷം ഇവർ 2 പേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇപ്പം മെയിൻ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ മൊത്തം സോംബികളായിരുന്നു. എന്ത് ചെയ്യാനാ, നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ ഒരു സീൻ കണ്ടില്ലേ, ഇവർ 2 പേരും കൂടി ഓടിയിട്ട് നമ്മുടെ മിൻജിയോങ്ങിനെ അവനൊരു മിനി വാനിലേക്ക് ആക്കി മാറ്റിയിട്ട് ബാക്കിയുള്ള സോംബികളൊക്കെ അവൻ ഒറ്റയ്ക്ക് നേരിടുന്നത്, ആ ഒരു സീനിലേക്കാണ് ഇപ്പം നമ്മൾ കടക്കുന്നത്. ഇവർ 2 പേരും ഓടടാ ഓട്ടാണ്.
സ്റ്റെയർ കേസും മറ്റൊക്കെ ഇറങ്ങിയിട്ട് അവർ ഹാളിലേക്ക് എത്തിയപ്പോൾ 4 ഭാഗത്തു നിന്നും സോംബികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വഴിയില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ ഹിംസയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിൻജോങ്ങിനെ ആ ഒരു മിനി വാനിലേക്ക് കയറ്റുകയാണ്. എന്നിട്ട് അവൻ ഒറ്റയ്ക്ക് ഈ ഒരു സോംബികളെയൊക്കെ തീർക്കാനായിട്ട് പോവാണ്. ഒരുപാട് നേരം നമ്മുടെ ഹിംസയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ബാറ്റ് ഉപയോഗിച്ചിട്ട് സോംബികളുടെ തലക്കെട്ടടിച്ചും എല്ലാത്തിനും ഒക്കെ പൊരുതി നിന്നു. പക്ഷേ പിന്നീട് അവന് പിടിച്ചു നിൽക്കാൻ പറ്റാതായി. അങ്ങനെ അവൻ കാറിൻ്റെ മുകളിൽ കയറി എന്നിട്ടും ആക്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു ഗതി കണ്ടില്ലാണ്ടായപ്പോൾ ലാസ്റ്റ് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ ഓടേണ്ട അവസ്ഥ വരികയാണ്. അപ്പോഴേക്കും ഈ സോംബികളെല്ലാവരും കൂടി വന്നിട്ട് നമ്മുടെ ഹിംസോക്കിൻ്റെ മുകളിലേക്ക് ചാടാനായിട്ട് തുടങ്ങി. അങ്ങനെ നായകൻ്റെ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ മിൻജോങ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ എടുത്തിട്ട് ആ ഒരു സോംബികൾക്ക് നേരെ അങ്ങോട്ട് പൂശി കൊടുക്കുന്നത്. അതോടുകൂടിയിട്ട് എല്ലാ സോംബികൾക്കും കണ്ണ് കാണാണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെതറി ഓടുകയാണ്. ഈ ഒരു തക്കത്തിന് നമ്മുടെ ഹിംസയോക്കിനെ രക്ഷിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. അപ്പോഴാണ് വീണ്ടും ട്വിസ്റ്റ് എന്ന പോലെ നമ്മുടെ വാങ് സൂമി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവൻ ഇതുവരെ തീർന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവർ തമ്മിൽ ഒടുക്കത്തെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൈക്കോണ്ടയും എല്ലാ കാര്യങ്ങളും കളരിപ്പയറ്റും ഒക്കെ നടത്തിയതിന് ശേഷം ആ ഒരു വാങ് സോംബിനെ തീർത്ത് കളയുന്നുണ്ട്. ശേഷം ഇവരിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സൂൺജ, അതായത് ഈ ഒരു ബിൽഡിംഗ് ഓണർ ഉണ്ടായിരുന്നില്ല, പുള്ളിക്കാരിയും ഇപ്പോൾ ഒരു സോംബിയായി മാറിയിട്ടുണ്ട്. പുള്ളിക്കാരി വന്നിട്ട് നമ്മുടെ ഹ്യൂംസിയോക്കിൻ്റെ കാലിലങ്ങോട്ട് കടിക്കുകയാണ്. അതോടുകൂടിയിട്ട് സിനിമ മൊത്തത്തിൽ അങ്ങോട്ട് മറിയാണ്. ഏത് നിമിഷവും നമ്മുടെ ഹിംസയോക്ക് ഇപ്പോൾ സൂംബിയായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇവൻ ആകെ വിഷമാവുന്നുണ്ട്. പോരാത്തതിന് മിൻജോങ്ങിൻ്റെ കൂടെ ഈ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഡേറ്റിങ്ങിനും മറ്റൊക്കെ പോകാനായിട്ട് നിൽക്കണം. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവളെ. എനിക്ക് അവസാനമായിട്ട് നീ ഒരു ഹഗ്ഗൊക്കെ തരണം എന്ന് പറഞ്ഞിട്ട് ആകെ സെൻറ്റ് അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം അവൻ ശ്രദ്ധിക്കുന്നത്. അവിടെ 2 വെപ്പുപല്ല് കിടക്കണ്. അതായത് പ്ലാസ്റ്റിക് വെപ്പ് പല്ല്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സൂൺജ എന്ന് പറയുന്ന ആ ഒരു സോംബി കടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് ഇൻഫെക്ഷനും ആയിട്ടില്ല, അവൻ്റെ കാലൊരു മുറിവും ആയിട്ടില്ല. ഇത്ര നേരം സെൻറ്റ് അടിച്ചതൊക്കെ വെറുതെ ആയല്ലോ ഈശ്വര. ഹ്യൂംസിയോക്ക് ആണെന്നുണ്ടെങ്കിൽ ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. പക്ഷേ മിൻജോങ്ങിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വെപ്പുപല്ലും വലിച്ചെറിഞ്ഞുകൊണ്ട് ഇവർ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ്. പക്ഷേ എല്ലാ സോംബികളും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പോരാത്തതിന് ഈ ഒരു വാങ് സൂമി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റിട്ട് ഇവർ പോയ അതേ വഴിയിലൂടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കിഡിലൻ സിനിമ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ സെക്കൻഡറി ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് നിലവിലൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏത് നിമിഷവും 2 സ്ട്രൈക്കും കൂടി കിട്ടിയാൽ എന്തായാലും ഈ ഒരു ചാനൽ പോകും. അപ്പോൾ പിന്നെ അതിലായിരിക്കും നമ്മൾ വീഡിയോസ് ഇടുക. ഇപ്പോൾ ഓൾറെഡി അതിൽ ഷോർട്സും പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ചില ലോങ് വീഡിയോസും മറ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ആ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു ചാനൽ പോയിട്ടുണ്ടെങ്കിൽ അതിലായിരിക്കും ഇനി മുതൽ വീഡിയോ ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും മറ്റൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ അതൊക്കെ കമൻ്റായിട്ട് നിങ്ങൾ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.